ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞാനെന്ന് വെച്ചാൽ രാമായണ പാരായണമാണ്. ഇത് പുത്രലാഭാലോചന, അതാണ് ഇന്നിപ്പം വായിക്കാൻ പോകുന്നത്. പിന്നെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്നാൽ അതൊന്ന് വായിച്ചു നോക്കട്ടെ. പുത്രലാഭാലോചന. അമിത ഗുണവാനാം നൃപതി ദശരഥന അമല അയോധ്യാപതി ധർമാത്മവീരൻ അമിത കുലവരനു തുല്യനാം പരാക്രമ അംഗജ സമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ച ഭൂതലമെല്ലാം പരിപാലിക്കും മനപതൃത്വം കൊണ്ടു പരിതാവേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചീരിനാനെന്തു അല്ലോ നന്ദന്മാരുണ്ടാവാനെന്തു എന്നരുൾ ചെയ്തു. വ്യതീരണം പുത്രന്മാരില്ലായകയാലെനിക്കു രാജ്യാദി സമ്പത്തും സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും വാരിഷ്ഠ്യതാതോ അബോധൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു. ദശരഥ നൃപനോടരുൾ ചെയ്തു, നിനക്കു 4 പുത്രന്മാരുണ്ടായവരും അതു നിനച്ചു ഖേദിക്കേണ്ട മാനസീ നരപതേ. വൈകാതെ വരുത്തണം ശൃംഗനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ. പുത്രകാമേഷ്ടി തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈവണ്ടികൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസാന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശിങ്കനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ ദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥനായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രിയമീ പായസം കൈക്കൊള്ളുക. താവകം പുത്രിയമീ പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറിഞ്ഞിതു. താവകാജ്ഞയും പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ. ശൈഥിലാത്മനാ പാതി നൽകിനാൻ കൈകേയും. അന്നേരം സുമിത്രക്കു കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിരിനാൻ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും. മാനവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിരുമോ വരുമതു കാലം. അപ്പോഴേ തുടങ്ങി ശൂണീന്ദ്രനാം ദശരഥൻ ദിവ്യേന്ദ്രന്മാരൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും മുൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ ഗർഭഛിന്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും പ്രേമം കൂടെ വർദ്ധിച്ചു. നൃപേന്ദ്രനും തൽപ്രണയിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിരു സന്താപം ദിനംതോറും. മൽപ്രഭാഷിണികന്മാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. ശ്രീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമന്തം ദാനങ്ങളും ചെയ്തിരു നരവരൻ.
ഗർഭവും പരിപൂർണമായി ചമഞ്ഞിതു കാലഗർഭന്മാരും 4 പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ ഞാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടിവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനു സനുദയം കർക്കിടകം. അർക്കജൻ തുലാവത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിരിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും തെറ്റിതു വൈകേയും. പുഷ്യനക്ഷത്രം കൊണ്ടേ പിറന്നാൾ സുമിത്രയും വെച്ചിതു പുത്രദയം. ഭഗവാൻ പരമാത്മനാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പരമേശ്വരൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടു അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യർക്കും സഹസ്ര കിരണന്മാരൊരുമിച്ചു നേരം സഹസ്രസായുധമുദിച്ചുയരുന്നതുപോലെ. സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിഭുദേന്ദ്രന്മാരാലും വന്യമായിരിക്കൊരു നിർമ്മലമകുടവും സുന്ദര ചിഗുരവും അഴകസുഷമയും കാരുണ്യാമൃത രസസമ്പൂർണയായ സമ്പൂർണ്ണ നയനവും മാരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാത്മജ ഫലശോഭിത ഭുജങ്ങളും ഗളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തന്മാരായിരിപ്പൊരു പാവനപത്സവും കുണ്ടലമുക്താഹാര കാഞ്ചിനുപുരമുഖം മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം വളർന്ന പദാംബുജവും കണ്ടു ഉണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത് സാക്ഷിയാം പരമാത്മ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്നിച്ചു തരുതരെ സ്തുതിച്ചു തുടങ്ങിന. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജാര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. ഇന്ദുരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംവരിക്കുന്നു. തത്വാദി ഗുണത്രയം ആശ്രയിച്ചെന്തിനീതേ എന്നുത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതാനന്ദന വ്യക്തനവ്യനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരാഹങ്കാരമൂർത്തി നിഷ്കളങ്കൻ നിരഞ്ജൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിജര നിഷേവിത്രൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയൻ അദ്വന്നയ ജനമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാ സവാത്മ മധുവൻ മധുവൈരീ. നാരായണ ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ ഹരേ നാരായണ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇപ്പം ഞാനിവിടെ വായിച്ചത് പിന്നെ നാരായണ ഇതാണ് പുത്രകാമേഷ്ടിയും പിന്നെ പുത്രലാഭാലോചനയും പുത്രകാമേഷ്ടിയും കൂടിയാണ് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളത്. അത് പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്നിട്ടൊരു ഇത് വരും. ആ ഹൈപ്പും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ എല്ലാവരും സബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
പിന്നെ എല്ലാവരോടും ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ ഇതിൻ്റെ ബാക്കി നാളെ വായിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.